ലോഗോസ് ക്വിസ് 2025 ന്യായാധിപന്മാർ 15-ാം അധ്യായം. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 20. 15-ാം അധ്യായത്തിലെ ഏക തലക്കെട്ട് ഏതാണ്? ഉത്തരം ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ വന്നപ്പോൾ കൂടെയുണ്ടായിരുന്നത് എന്താണ്? ഉത്തരം ഒരാട്ടിൻകുട്ടി. ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞ സാംസനെ തടഞ്ഞതാര്? ഉത്തരം ഭാര്യാപിതാവ്. സാംസൺ ഭാര്യയെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഭാര്യാപിതാവ് ചെയ്തതെന്താണ്? ഉത്തരം സാംസന്റെ ഭാര്യയെ സാംസന്റെ കൂട്ടുകാരന് കൊടുത്തു. ആരെ സ്വീകരിക്കാനാണ് ഭാര്യാപിതാവ് സാംസനോട് അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം സാംസന്റെ ഭാര്യയുടെ ഇളയ സഹോദരിയെ. ആരോടാണ് ഇപ്രാവശ്യവും എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് തൻ്റെ കുറ്റമായിരിക്കില്ല എന്ന് സാംസൺ വ്യക്തമാക്കുന്നത്? ഉത്തരം ഫിലിസ്ത്യരോട്. സാംസൺ എത്ര കുറുനരികളെയാണ് പിടിച്ചത്? ഉത്തരം 300. 300 കുറുനരികളെ പിടിച്ച ശേഷം സാംസൺ ഉണ്ടാക്കിയത് എന്ത്? ഉത്തരം കുറേ പന്തങ്ങൾ. സാംസൺ എത്ര കുറുനരികളെയാണ് വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തം വെച്ചു കെട്ടിയത്? ഉത്തരം ഈ 2 എണ്ണത്തെ. കുറുനരികളുടെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് പന്തങ്ങൾക്ക് തീ കൊളുത്തിയ ശേഷം സാംസൺ അവയെ എവിടേക്കാണ് വിട്ടത്? ഉത്തരം ഫിലിസ്ത്യരുടെ ധാന്യ വിളയിലേക്ക്. കത്തിച്ചാമ്പലായത് എന്തൊക്കെയായിരുന്നു? ഉത്തരം വയലിൽ നിന്ന വിള, കൊയ്ത കറ്റ, ഒലിവ് തോട്ടങ്ങൾ. ആരാണിത് ചെയ്തതെന്ന് ചോദിക്കുന്നതാര്? ഉത്തരം ഫിലിസ്ത്യർ. സാംസണെ ആരുടെ മരുമകനായിട്ടാണ് ഫിലിസ്ത്യർ ചിത്രീകരിക്കുന്നത്? ഉത്തരം തിമ്നാക്കാരൻ്റെ മരുമകനായിട്ട്. തങ്ങളുടെ വിളകൾ കത്തിച്ചാമ്പലാക്കിയതിന് കാരണമായി ഫിലിസ്ത്യർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ത്? ഉത്തരം സാംസന്റെ ഭാര്യയെ അമ്മായിയപ്പൻ കൂട്ടുകാരന് കൊടുത്തതിനാൽ. പ്രതികാരമായി ഫിലിസ്ത്യർ ചെയ്തതെന്താണ്? ഉത്തരം സാംസന്റെ ഭാര്യയെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി. തൻ്റെ ഭാര്യയെയും ഭാര്യാപിതാവിനെയും അഗ്നിക്കിരയാക്കിയ ഫിലിസ്ത്യരോട് സാംസൺ ശപഥം ചെയ്തു പറഞ്ഞതെന്ത്? ഉത്തരം ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. തൻ്റെ ഭാര്യയെയും ഭാര്യാപിതാവിനെയും അഗ്നിക്കിരയാക്കിയ ഫിലിസ്ത്യരോട് സാംസൺ പ്രതികാരം ചെയ്ത വിധം എങ്ങനെ? ഉത്തരം ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. ഫിലിസ്ത്യരെ കൊന്നുകളഞ്ഞ ശേഷം സാംസൺ പോയി താമസിച്ചത് എവിടെയാണ്? ഉത്തരം ഏത്താം പാറക്കെട്ടിൽ. ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ആക്രമിച്ചത് ഏതു പട്ടണമാണ്? ഉത്തരം ലേഹി പട്ടണം. ലേഹി പട്ടണം ആക്രമിച്ച ഫിലിസ്ത്യരോട് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ടെന്ന് ചോദിക്കുന്നതാര്? ഉത്തരം യൂദായിലെ ജനം. ഫിലിസ്ത്യർ യൂദാജനത്തോട് ലേഹി പട്ടണം ആക്രമിച്ചതെന്തിനു വേണ്ടിയെന്നാണ് വ്യക്തമാക്കുന്നത്? ഉത്തരം സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ, സാംസനെ ബന്ധനസ്ഥനാക്കാൻ. ഏത്താം പാറക്കെട്ടിൽ താമസിച്ചിരുന്ന സാംസന്റെ അടുത്തേക്ക് യൂദായിലെ എത്ര ആളുകളാണ് പോയത്? ഉത്തരം 3000. യൂദാ ജനങ്ങളുടെ ഭരണാധികാരികൾ ആര്? ഉത്തരം ഫിലിസ്ത്യർ. ആര് തന്നോട് ചെയ്തതുപോലെ ഞാനും അവരോട് ചെയ്തുവെന്നാണ് സാംസൺ യൂദാജനത്തെ അറിയിക്കുന്നത്? ഉത്തരം ഫിലിസ്ത്യർ. സാംസണെ ബന്ധിച്ച് ആരുടെ കൈകളിൽ ഏൽപ്പിക്കാനാണ് യൂദായിലെ 3000 ആളുകൾ വന്നത്? ഉത്തരം ഫിലിസ്ത്യരുടെ കൈകളിൽ. സാംസൺ യൂദാ ജനങ്ങളോട് എന്ത് ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്യാനാണ് പറയുന്നത്? ഉത്തരം സാംസന്റെ മേൽ ചാടി വീഴുകയില്ലെന്ന്. സാംസണെ കൊല്ലുകയില്ലെന്ന് ഉറപ്പു നൽകുന്നത് ആരാണ്? ഉത്തരം യൂദായിലെ ജനം. സാംസണെ കൊല്ലുകയില്ല, മറിച്ച് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ എന്ന് ഉറപ്പു നൽകിയ യൂദാജനം സാംസണെ ബന്ധിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം പുതിയ 2 കയറുകൊണ്ട്. യൂദാജനത്താൽ ബന്ധിക്കപ്പെട്ട് സാംസൺ ലേഹിയിലെത്തിയപ്പോൾ
ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. സാംസന്റെ മേൽ ശക്തിയോടെ വന്നതാര്? ഉത്തരം കർത്താവിൻ്റെ ആത്മാവ്. സാംസണെ ബന്ധിച്ചിരുന്ന കയർ എന്തായി തീർന്നു? ഉത്തരം കരിഞ്ഞ ചണനൂൽ പോലെ. തന്നെ ബന്ധിച്ച കെട്ടുകൾ അറ്റുവീണപ്പോൾ അവിടെ എന്ത് കിടക്കുന്നതാണ് സാംസൺ കണ്ടത്? ഉത്തരം ചത്ത ഒരു കഴുതയുടെ താടിയെല്ല്. ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത്? ഉത്തരം 1000 പേരെ. കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി, കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു എന്ന് ഘോഷിച്ചത് ആര്? ഉത്തരം സാംസൺ. സാംസൺ ചത്ത കഴുതയുടെ താടിയെല്ല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഉത്തരം റാമാത്ത് ലേഹി, താടിയെല്ലിൻ്റെ മല. വലിയ ദാഹമുണ്ടായ സാംസൺ ആരെ വിളിച്ചാണ് അപേക്ഷിച്ചത്? ഉത്തരം കർത്താവിനെ. താൻ ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് കർത്താവിനോട് സാംസൺ പരാതിപ്പെടുന്നത്? ഉത്തരം അപരിച്ഛേദിതരുടെ കൈകളിൽ. സാംസൺ സ്വയം വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം അവിടുത്തെ ദാസൻ. അവിടുത്തെ ദാസന്റെ കരങ്ങളിലൂടെ കർത്താവ് തനിക്ക് നേടിത്തന്നിരിക്കുന്നതായി സാംസൺ പറയുന്നത് എന്താണ്? ഉത്തരം വലിയ വിജയം. വലിയ ദാഹത്താൽ വലഞ്ഞ സാംസന്റെ അപേക്ഷയെ തുടർന്ന് കർത്താവ് തുറന്നത് എന്താണ്? ഉത്തരം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം. വെള്ളം കുടിച്ച് സാംസൺ ഊർജ്ജസ്വലനായ സ്ഥലത്തിന് നൽകപ്പെട്ട പേരെന്ത്? ഉത്തരം എൻഹക്കോർ. എൻഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. ഫിലിസ്ത്യരുടെ കാലത്ത് സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഉത്തരം 20 വർഷം.